പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ട്യൂഷനിലയിൽ സദ്യ കഴിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ചിലർ ചോദിക്കും, ട്യൂഷനിലേക്ക് എന്താ പ്രത്യേകതയുണ്ടോ, പ്രത്യേക രുചിയൊന്നും തരുന്നില്ലല്ലോ. പക്ഷെ അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പതിവ് പോലെ പച്ചക്കറിക്കും പൂവിനുമൊപ്പം വാഴയിലകളും ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് എത്തുക. പണ്ട് വാഴയിലെങ്കിലും നമ്മുടെ നാട്ടിലെ പറമ്പിൽ നിന്ന് വെട്ടി നമ്മൾ സദ്യ കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വാഴയില പോലും പുറത്തുനിന്ന് വരണം. ഇല വെട്ടി കയറ്റി അയക്കുന്ന തിരക്കിലാണ് കർഷകർ. തമിഴ്നാട്ടിലെ തേനിയിൽ ഞങ്ങളുടെ പ്രതിനിധി രാഹുൽ സുരേഷ് പോയപ്പോൾ കണ്ട കാഴ്ചകളുണ്ട്, ഒന്ന് കണ്ടുവരാം. കായ്ക്കു വേണ്ടി മാത്രമല്ല, ഇലയ്ക്കു വേണ്ടിയും വാഴകൃഷി ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിൽ. കദളി, പൂവൻ, കർപ്പൂരവല്ലി തുടങ്ങിയ ഇനങ്ങളിൽപ്പെട്ട വാഴകളാണ് ഇതിനെ നട്ടുപിടിപ്പിക്കുന്നത്. ഈ ഇലകളാണ് മലയാളിക്ക് സദ്യ കഴിക്കാനായി എത്തുക. തേനി ജില്ലയിൽ മാത്രം 100 കണക്കിന് ഏക്കർ സ്ഥലത്താണ് ഇലയ്ക്കായുള്ള വാഴകൃഷി ചെയ്യുന്നത്. எல்லா இடமும் இருக்கு. தமிழ்நாட்டில் நிறைய இடங்கள்ல இருக்கு. அத்தலைக்குண்டு, புள்ளப்புறம், அங்கிட்டு பூராமே எல்லா இடங்களும் இருக்கு. விலை வந்து இன்னைக்கு நேற்று விலை வந்து முந்தா நாள் விலை வந்து 7000 ரூபா கட்டு. ஒரு கட்டு 7000. ഓണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞിരും. കായ്കറി എല്ലാമേ കുറഞ്ഞിരും. വാഴകൃഷി ഇറക്കി 3 മാസമാകുമ്പോൾ മുതൽ ഇല മുറിച്ചു തുടങ്ങും. ഇല വിരിഞ്ഞാൽ 5-ാം നാൾ വെട്ടും. ഒരു വാഴയിൽ നിന്നും 60 കിലോ ഇല വരെ വർഷത്തിൽ ലഭിക്കും. തോട്ടങ്ങളിൽ നിന്നും എത്തിക്കുന്ന ഇലകൾക്ക് 6 അടി വരെ നീളമുണ്ടാകും. 24 ഇഞ്ച് നീളവും 9 ഇഞ്ച് നീളവുമുള്ള ഇലകളായി മുറിച്ച് ഓണസദ്യ വിളമ്പാൻ തയ്യാറാക്കും. 7 രൂപയാണ് ഈ ഇലയുടെ തേനിയിലെ വില. ഇലയുടെ ബാക്കി ഭാഗം ഹോട്ടലുകളിലാണ് ഉപയോഗിക്കുക. പ്രത്യേക യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് മുറിച്ച് കവറുകളിലാക്കുന്നത്. മലയാളിയെ ഓണം മൂട്ടാനുള്ള ഇല ഇത്തവണയും തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ്. ഓണത്തിന് ദിവസങ്ങൾ ബാക്കിയുണ്ടെങ്കിലും തമിഴ്നാട്ടിൽ നിന്നും ഇപ്പോഴേ ഇല കയറ്റി അയച്ചു തുടങ്ങിയിട്ടുണ്ട്. തേനിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ.